ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ വാക്കുകൾ മറികടന്ന് നീ എന്തെങ്കിലും ചെയ്താൽ അന്ന് തീരുന്നു. നിന്റെ ഇന്ദ്രപ്രസ്ഥം കുടുംബവും ഇന്ദ്ര ടിവിയും എല്ലാം ആൾക്കാർ കല്ലെറിഞ്ഞ് പൊട്ടിക്കും. ഹലോ ഹലോ, പൃഥ്വിയുടെ ഭാര്യയല്ലേ? അതെ, ഇതാര് സംസാരിക്കുന്നേ? ഞാൻ പൃഥ്വിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. പൃഥ്വിക്കൊന്ന് ഫോൺ കൊടുക്കാമോ പ്ലീസ്? പൃഥ്വിക്കാ കോള്. ആരാ? ആ എനിക്കോ? ഹലോ ഹലോ, ഞാനാണേ. എന്റെ കോള് കട്ട് ചെയ്യാനുള്ള വളർച്ചയൊക്കെ സാറിനായല്ലേ? നീ എന്താ വിചാരിച്ചത്? എന്റെ കോള് കട്ട് ചെയ്ത നിന്നെ എനിക്ക് വിളിക്കാൻ കഴിയില്ലെന്നോ? അതല്ല, ഞാൻ കുറച്ച് തിരക്കിലായി. ഏൽപ്പിച്ച ജോലി കൃത്യമായി തീർത്തിട്ട് നീ എന്താന്ന് വെച്ചാ ചെയ്തോ. അല്ലാതെ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ ആരെങ്കിലും ഏൽപ്പിച്ചാൽ നിന്റെ ഉത്തരവാദിത്തങ്ങൾ തീരില്ല. അത് പ്രോപ്പറായി ചെയ്ത് തീർത്തോ എന്നുറപ്പിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാ. ശരിയാണ്, പക്ഷെ ഞാൻ ഇപ്പൊ വീട്ടിലാ. ഇവിടെ ഇരുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിന്റെ ജോലി തീരും വരെ നീ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു. അത് പറ്റില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷെ എന്നെ ഈ നമ്പറിൽ വിളിക്കരുത്. അങ്ങനെയാണെങ്കിൽ നീ ഫോൺ കട്ട് ചെയ്ത് ഓഫ് ചെയ്ത് വെക്കരുതായിരുന്നു. നിന്റെ ഭാര്യയുടെ നമ്പർ നീ ഓഫ് ചെയ്താലും രക്ഷയില്ല. ഞാൻ അപ്പ പൂർണിമയുടെ നമ്പറിൽ വിളിക്കും. മോനെ പൃഥ്വി, നീ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ട് നിന്നെ ഞാൻ തീറ്റിപ്പോറ്റുന്നത്. നിനക്കന്നു മുതലേ ആവശ്യമുള്ളതും അതിൽ കൂടുതലും പണം ഞാൻ തന്നു. നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത പല സൗകര്യങ്ങളും ഞാൻ തന്നു. നിന്റെ വീട്ടിൽ ഒരു ബിയർ പോലും കഴിക്കാൻ പറ്റാത്ത പോക്കറ്റ് മണി കിട്ടിക്കൊണ്ടിരുന്ന കാലത്ത് നിനക്ക് ബിയറിന്റെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി തന്നു ഞാൻ. അതെല്ലാം നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതല്ല, നിന്നെ എന്റെ ഒരു അടിമയാക്കി നിർത്താൻ വേണ്ടി ചെയ്തതാ. എന്റെ വാക്കുകൾ മറികടന്ന് നീ എന്തെങ്കിലും ചെയ്താൽ അന്ന് തീരുന്നു. നിന്റെ ഇന്ദ്രപ്രസ്ഥം കുടുംബവും ഇന്ദ്ര ടിവിയും എല്ലാം ആൾക്കാർ കല്ലെറിഞ്ഞ് പൊട്ടിക്കും. അതൊന്നും വേണ്ട എങ്കിൽ നീ ഇതുപോലെ എന്റെ അനുസരണമുള്ള അടിമയായി എന്നും കൂടെ വേണം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെന്താ? നീ ഒന്നും ചെയ്യുന്നില്ല. മാത്യൂസിന്റെ കാര്യം നടന്നില്ല, അയാൾ രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടു? അതൊക്കെ നീ അയച്ച ആൾക്കാരോട് തന്നെ ചോദിക്കേ. നീ അയച്ചവനെ നേരിട്ട് ചെന്ന് കാണണം. ഉടൻ തന്നെ അയാളെ തീർക്കാൻ പറയണം. അല്ലെങ്കിൽ അവൻ തീരണം. രണ്ടിലൊന്നേ ഞാൻ കേൾക്കാവൂ. ശരി, ഓക്കെ? പൃഥ്വി, ആരെ വിളിച്ചേ? അതെന്റെ ഒരു ഇൻവെസ്റ്ററാണ്. എന്റെ ഒരു ബിസിനസ്സിൽ അയാൾ കുറച്ച് ഫണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓ, പക്ഷെ അയാൾക്ക് എങ്ങനെ എന്റെ നമ്പർ കിട്ടിയേ? അതിപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓഫീസിൽ നിന്ന് കിട്ടിക്കാണും. കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മുടെ ബിസിനസ്സിലെ നോമിനി താനും കൂടെ ആയില്ലേ. അതിലൊക്കെ തന്നെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഓ, അങ്ങനെ. അതെ, അങ്ങനെ എടുത്തിട്ടുണ്ടാവും. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ, വല്ലാത്ത ദാഹം. വണ്ടി അങ്ങോട്ട് എടുക്കും. ഇറങ്ങ്. ചേട്ടാ, മാത്യു ചേട്ടനല്ലേ? അതെ,
ഞങ്ങൾ ജയശ്രീ മാഡത്തിന്റെ മകള് ദുർഗ പറഞ്ഞിട്ട് വന്നതാ. എന്താ കാര്യം? ചേട്ടനെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ ദുർഗ പറഞ്ഞത്. എന്തിന്? ഇവിടെ ഇപ്പൊ അത്ര സേഫ് അല്ല. കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. എത്ര നാളെ മാറിയിരിക്കും? ജനിച്ചാൽ ഒരു ദിവസം മരിക്കും. അതിനിപ്പോ എവിടേക്കെങ്കിലും ഓടി ഒളിച്ചിട്ട് ഒരു കാര്യമില്ല. രക്ഷപ്പെടില്ല. ആർക്കും ആരെയും രക്ഷപ്പെടുത്താനും കഴിയില്ല. ദുർഗ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. മേനോൻ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൊന്നിരിക്കും. അതിന് എവിടെ പോയി ഒളിച്ചാലും കാരനായി അയാൾ പിന്നാലെ വരും. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ച് വെറുതെ നിങ്ങൾ പണി വാങ്ങിക്കണ്ട. ഇത് എന്റെ കാര്യം, അത് കർത്താവ് നോക്കിക്കോളൂ. ഇനി കർത്താവിന്റെ അടുത്തെത്താൻ സമയമായെങ്കിൽ അതങ്ങനെ ആവട്ടെ. ചേട്ടാ, വിട്ടേക്ക്, അയാള് വരില്ല. ഞാൻ ദുർഗയെ വിളിച്ച് വിവരം പറയാം. ഹലോ, ഞങ്ങള് മാത്യു സേട്ടനെ കണ്ട് സംസാരിച്ചിരുന്നു ജെഡി. പക്ഷെ മാത്യു സേട്ടൻ ഞങ്ങളോടൊപ്പം വന്നില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷേ മേനോൻ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മരിക്കാതെ വേറെ വഴിയില്ലെന്നാ മാത്യു സേട്ടൻ പറഞ്ഞത്. അങ്ങനെ ആരെയും മരണത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റില്ല. മാത്യു സേട്ടന്റെ മേൽ നിങ്ങളുടെ ഒരു കണ്ണുണ്ടാവണം. ഓക്കെ ജെഡി, ഓക്കെ. വാ. അച്ഛാ, ചെറിയച്ച, ചെറിയച്ചന് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഏതവസ്ഥയിലാ അവിടെ ചെന്ന് കയറിയതെന്ന് അവർക്കറിയില്ലല്ലോ ചെറിയച്ച. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു. ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് കിരണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം.